യൂസഫ് പത്താൻ അടക്കമുള്ള തൃണമൂൽ എംപിമാർ ബി.ജെ.പിക്ക് കൈകൊടുത്തു കഴിഞ്ഞു. ഗുജറാത്ത് സ്വദേശിയാണ് യൂസഫ് പത്താൻ. ടി.എം.സിയിൽ ചേർന്നതിന് പിന്നാലെ ബംഗാളിലെ രാജ്യസഭാ സീറ്റിൽ നിന്നാണ് ടി.എം.സി പത്താനെ എംപിയാക്കി രാജ്യസഭയിലേക്ക് ആനയിച്ചത്. ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി.എം.സി കടപുഴകി വീണതോടെയാണ് പത്താനും മറ്റ് എംപിമാരും ബി.ജെ.പി കൂടാരത്തിൽ അഭയം തേടിയത്. യൂസഫ് പത്താൻ ബി.ജെ.പിക്കൊപ്പം പോയതിനു പിന്നിൽ ജീവനിലുള്ള കൊതിയാണെന്ന ആരോപണം ശക്തമായിരിക്കുകയാണ്. ഗുജറാത്തിൽ ബി.ജെ.പി കോട്ടയിലാണ് യൂസഫ് പത്താൻ താമസിക്കുന്നത്. ചുറ്റും ബി.ജെ.പിക്കാർ. അപ്പോൾ പിന്നെ എതിർചേരിയിൽ നിന്ന് യൂസഫ് പത്താന് എത്രനാൾ ബി.ജെ.പിയെ നേരിടാൻ സാധിക്കും? ആ ചിന്തയിലാണ് യൂസഫ് പത്താൻ ബി.ജെ.പിക്ക് കൈകൊടുത്തത്. ഇതിനെ സാധൂകരിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ശ്രീനഗർ എംപിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ആഗാ സയ്യിദ് റുഹുള്ള മെഹ്ദിയാണ് യൂസഫ് പത്താൻ ബി.ജെ.പിയിൽ എത്തിയതിന് പിന്നിൽ ഭയമാണെന്ന് വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ സഭയ്ക്കുള്ളിൽ ബി.ജെ.പിക്കെതിരെ പ്രതിഷേധിച്ച പത്താനെ ഒരു മുസ്ലിം എംപി ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചെന്നാണ് എംപി തുറന്നു പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പാർട്ടിയിലെ എംപിയാണ്. ബി.ജെ.പിക്കെതിരെ പ്രതിഷേധിച്ചാൽ നിന്റെ വീടടക്കം അവർ കത്തിക്കുമെന്നും ഇടിച്ചു നിരത്തുമെന്നുമൊക്കെ ഭീഷണിപ്പെടുത്തിയത്. ഈ ഭീഷണിപ്പെടുത്തിയ എംപി അസദുദ്ദീൻ ഒവൈസിയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ശീതകാല സമ്മേളനത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പരിശോധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി ശക്തമായി പ്രതിഷേധിക്കുന്നതിനിടെയാണ് സംഭവം നടന്നത്. തൃണമൂൽ കോൺഗ്രസ് എംപിമാരായിരുന്നു പതിവ് പോലെ ഈ പ്രക്ഷോഭത്തിന് മുന്നിൽ നിന്ന് നയിച്ചത്. എന്നാൽ ഈ സമയത്ത് സഭയിലെ മറ്റൊരു പ്രമുഖ മുസ്ലിം എംപി നടുത്തളത്തിൽ നിന്നിരുന്ന യൂസഫ് പത്താന്റെ അടുത്തെത്തി ഒച്ചവെക്കുകയും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ബി.ജെ.പിക്കെതിരെ പ്രതിഷേധിക്കാൻ നിനക്കെന്താണ്, വട്ടായോ? എന്തിനാണ് വെറുതെ അവരെ ശത്രുക്കളാക്കുന്നത്? നീ ഇത് തുടർന്നാൽ ഗുജറാത്തിലുള്ള നിന്റെ വീട് അവർ ബുൾഡോസർ വെച്ച് തകർക്കും. ഇങ്ങനെയായിരുന്നു എംപിയുടെ മുന്നറിയിപ്പ്. ഭീഷണി കേട്ടയുടൻ യൂസഫ് പത്താൻ പെട്ടെന്ന് തന്നെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറുകയും സ്വന്തം സീറ്റിലേക്ക് മടങ്ങുകയും ചെയ്തു. പത്താന്റെ മുഖത്തെ ഭാവമാറ്റം കണ്ട് താൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തി ചോദിച്ചപ്പോഴാണ് ഗുജറാത്തിലെ വീട് അവർ ബുൾഡോസർ വെച്ച് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യം പത്താൻ വെളിപ്പെടുത്തിയതെന്നും പറയുന്നുണ്ട് ആഗാ സയ്യിദ് മെഹ്ദി. ഈ സമയത്ത് അവിടേക്ക് വന്ന തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്ര ഇത് കേട്ട് കടുത്ത ദേഷ്യത്തിലാവുകയും അത്തരം വാക്കുകൾ കേട്ട് പേടിക്കേണ്ടതില്ലെന്നും തൃണമൂൽ കോൺഗ്രസ് നിനക്ക് പിന്നിലുണ്ടെന്നും ഉറപ്പു നൽകുകയും ചെയ്തതായി സയ്യിദ് റുഹുള്ള മെഹ്ദി വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അന്ന് മൗനിയായി കാണപ്പെട്ട പത്താൻ മാസങ്ങൾക്കിപ്പുറം ബി.ജെ.പി പാളയത്തിലേക്ക് പോവുകയായിരുന്നു. ജനിച്ച നാടിനു പുറമെ തന്റെ കർമ്മമണ്ഡലമായ ബംഗാളും ബി.ജെ.പി പിടിച്ചെടുത്തതോടെയാണ് യൂസഫ് പത്താൻ ഗത്യന്തരമില്ലാതെ ബി.ജെ.പിക്ക് കൈകൊടുത്തത്. ഇതിനു പിന്നാലെ രംഗത്ത് വന്ന ടി.എം.സി എംപി മഹുവ മൊയ്ത്രയാണ് അന്ന് പത്താനെ ഭീഷണിപ്പെടുത്തിയത് ഉവൈസിയാണെന്ന് തുറന്നു പറഞ്ഞത്. അതെ സാർ, അത് അസദുദ്ദീൻ ഉവൈസി തന്നെയായിരുന്നു. അദ്ദേഹം യൂസഫ് പത്താനെ ഭീഷണിപ്പെടുത്തുന്നത് കൃത്യമായി ഓർമ്മയുണ്ട്. ഒരു ധൈര്യവുമില്ലാത്ത, നട്ടലില്ലാത്ത ഒരു ചതിയന് വേണ്ടി എന്ന സഭയിൽ വാദിച്ചെന്നതിൽ ഖേദമുണ്ട്. ഇവൻ ക്രിക്കറ്റ് കമന്ററി പറയാൻ പോകുന്നതായിരുന്നു നല്ലത്. വെറും ഒരു ഭീരുവാണ് യൂസഫ് പത്താൻ എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മഹുവ മൊയ്ത്ര. മഹുവ മൊയ്ത്രയോടും തൃണമൂലിനോടും ഇപ്പോൾ കടുത്ത സഹതാപം തോന്നുന്നുവെന്നും ആഗാ റുഹുള്ള കുറിച്ചു. നിങ്ങൾ അവന്റെ സംരക്ഷണത്തിന് ഒപ്പം നിന്നു, പക്ഷേ അവൻ നിങ്ങളുടെ നെഞ്ചിൽ തന്നെ കത്തിയിറക്കി, യൂസഫ് പത്താനെ ചൂണ്ടി എംപി പറഞ്ഞു. ഗുജറാത്ത് സ്വദേശിയായ യൂസഫ് പത്താന്റെ കുടുംബത്തിന് അവിടെ വലിയ തോതിലുള്ള സ്വത്തുക്കളുണ്ട്. വഡോദരയിലെ കോർപ്പറേഷൻ ഭൂമി കയ്യേറ്റ കേസിൽ ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് യൂസഫ് പത്താന് കടുത്ത വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ എത്ര കാലം ബി.ജെ.പി വെറുപ്പിച്ച് നിൽക്കാൻ സാധിക്കുമെന്ന ചിന്തയിലാണ് യൂസഫ് പത്താൻ ബി.ജെ.പിയിൽ എത്തിയത്. അല്ലാതെ ബംഗാളിൽ ബി.ജെ.പി ഭരണം പിടിച്ചതോടെ അവരുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായിട്ടല്ല പത്താൻ ബി.ജെ.പിക്കൊപ്പം പോയിരിക്കുന്നത്. പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ചതിയൻ എന്ന ലേബലും ഇപ്പോൾ യൂസഫ് പത്താന് സ്വന്തമായി പതിച്ചു കിട്ടിയിരിക്കുകയാണ്.